മക്കളെ നീറ്റ് എക്സാമിനേഷനും മറ്റു പല എക്സാമിനേഷനുകൾക്ക് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അറ്റ് വിച്ച് ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ ആർ ഈക്വൽ. അതായത് ഒരു പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ്. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷനുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യും അല്ലെ. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. റേഞ്ചിന്റെ ഇക്വേഷനോ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇനി ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് നേരിട്ട് ഇതൊരു ഷോർട്ട് കട്ടിലൂടെ ചെയ്യാം. എങ്ങനെയാ? ദാ ഇവിടെ ആർ ഇസ് ഈക്വൽ ടു എൻ ടൈംസ് എച്ച് എന്ന് തന്നാൽ, റേഞ്ച് ഇസ് ഈക്വൽ ടു എൻ ടൈംസ് മാക്സിമം ഹൈറ്റ് എന്ന് ക്വസ്റ്റനിൽ തന്നാൽ, തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് 4/n എന്ന് നമുക്ക് നേരിട്ട് എടുക്കാം. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു എൻ എച്ച് എന്ന് തന്നാൽ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 4/n ആയിരിക്കും. അപ്പൊ ഇവിടെ ആർ ഇസ് ഈക്വൽ ടു എച്ച് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. റേഞ്ച് ഇസ് ഈക്വൽ ടു മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്നിന്റെ പ്ലേസിൽ 1 ആണുള്ളത് അല്ലെ. റേഞ്ച് ഇസ് ഈക്വൽ ടു 1h അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാലോ. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4/1 വരും എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 4 ആയിരിക്കും ഫൈനൽ ആൻസർ. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ടാൻ ഇൻവേഴ്സ് 4 ഓർ തീറ്റ ഇസ് ഈക്വൽ ടു 76 ഡിഗ്രീസ്. ഓക്കെ, ഇത് പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആർ ഇസ് ഈക്വൽ ടു 4h എന്ന് ചോദിച്ചിട്ടുണ്ട്, ആർ ഇസ് ഈക്വൽ ടു 4√3h എന്ന് ചോദിച്ചിട്ടുണ്ട്, ആർ ഇസ് ഈക്വൽ ടു 4/√3h എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ഇത് ഇങ്ങനെ എടുക്കാം. ആർ ഇസ് ഈക്വൽ ടു NH എന്ന് തന്നാൽ, റേഞ്ച് ഇസ് ഈക്വൽ ടു n ടൈംസ് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് 4/n ആയിരിക്കും. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ.